ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ പിന്നെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹാർമോണി എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ബാക്കി പോർഷനാണ് നോക്കുന്നത് അല്ലേ. ഒരു നായക്കുട്ടിയുടെയും അതുപോലെ തന്നെ ബീസും ക്രോയും ഉൾപ്പെട്ട ഒരു കഥയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് പഠിക്കാം കേട്ടോ. ദ കെയറിങ് ക്രോ. എന്തായിരിക്കും കെയറിങ് ക്രോ എന്ന് പറയാൻ കാരണം? കെയർ എന്ന് വെച്ചാൽ എന്താ? കരുതൽ അല്ലേ, കരുതലുള്ള കാക്ക. എന്തായിരിക്കും കാക്കയുടെ കരുതലിൻ്റെ കാര്യം പറഞ്ഞേണ്ടുക? നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ദ സ്ക്വിറൽ ഡിസപ്പിയർഡ് എമോങ് ദ ലീവ്സ്. സ്ക്വിറൽ എന്ത് ചെയ്യായിരുന്നു? ഓടിച്ചാടി മരത്തേ കയറിയായിരുന്നല്ലേ. പെട്ടെന്ന് അതെന്ത് ചെയ്തു? ഡിസപ്പിയർ ആയിപ്പോയി, അപ്രത്യക്ഷമായിപ്പോയി. എന്തിൻ്റെ ഇടയിൽ? ലീവ്സിൻ്റെ, ഇലകളുടെ ഇലയിൽ. അപ്പോൾ ഒറ്റ ഇലയാണെങ്കിലോ ലീഫ് കേട്ടോ. ഒരിലയാണെങ്കിൽ ലീഫ് എന്നും ഒരുപാട് ഇലകളാണെങ്കിൽ ലീവ്സ് എന്നാണ് പറയുന്നത്. ഇനി ദ ക്യാറ്റ് ലുക്ക് ഡൗൺ. ക്യാറ്റ് എന്ത് ചെയ്തു? താഴത്തേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. അവനെന്ത് ചെയ്തു? റോക്കി നമ്മുടെ നായ്ക്കുട്ടി ട്രീയിൽ ചാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ചാടി കയറാൻ വേണ്ടിയിട്ട് റോക്കി കണ്ടിന്യൂസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ക്യാറ്റ് ജംപ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. പെട്ടെന്ന് എന്ത് ചെയ്തു? ക്യാറ്റ് ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു, എസ്കേപ്പായി അല്ലേ, രക്ഷപ്പെടുക. ദ ക്രോ സോ ഇറ്റ്. ഇതെല്ലാം നമ്മുടെ കാക്കച്ചി കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂട് ആ ട്രീയുടെ മുകളിലായിരുന്നു. ഓൺ മുകളിൽ. ഓക്കെ, നെസ്റ്റ് കൂട്. ഹെർ ചിക്സ് വെയർ ഇൻ ഇറ്റ്. അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇൻ ഉള്ളിൽ കേട്ടോ. അതിൻ്റെ ഇറ്റ് ഇന്ന് കൂടിൻ്റെ ഉള്ളിൽ കാക്കച്ചിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഷീ വാസ് അഫ്രൈഡ്. അവൾ പേടിച്ചു. ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി. അവൾ എന്ത് ചെയ്തു? നമ്മുടെ റോക്കിയുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. ഹിൻഡ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറകിലത്തെ രണ്ട് കാലിലെ രണ്ട് കാലിൽ നമ്മുടെ റോക്കി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്ത് സംഭവിച്ചുണ്ടാവുക അവിടെ? അതിനു മുമ്പ് നമുക്ക് ഡയലോഗ് ബോക്സ് ഫില്ല് ചെയ്യാം കേട്ടോ. ഞാൻ നിന്നെയല്ല പിന്തുടരുന്നത് എന്നാൽ കാക്കച്ചോട് പറയാണ്. ഇനി അടുത്ത പേജിൽ നോക്കിക്കേ. ദ ഹംഗ്രി ക്രോ. വിശപ്പുള്ള കാക്ക അല്ലേ. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്, വിശപ്പുള്ള കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്. റോക്കി എന്ത് ചെയ്തു? പുറകോട്ട് നടന്നു അല്ലേ. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ. നടക്കുന്ന വഴിക്ക് വഴി. ഹി ഗോട്ട് അവന് കിട്ടി ഒരു ബോൺ, ഒരു എല്ലിൻ്റെ കഷ്ണം. ബോൺ എല്ലിൻ കഷ്ണം. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ചൂവിങ് ഇറ്റ്. അവന് ഗ്രാസിൻ്റെ അല്ലെ പുല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? എല്ലും കഷ്ണം ചൂ ചെയ്ത് തുടങ്ങി, ചവയ്ക്കാൻ തുടങ്ങി. വാ മച്ചി വൂഷ്. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്. അവനത് ആസ്വദിച്ച് കഴിക്കും. നമ്മൾ പറയില്ല അടിപൊളി നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വാ മച്ചി വൂഷ്. സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ് കേട്ടോ ഫുഡിൻ്റെ. അവനവൻ്റെ കണ്ണുകളടച്ച് അത് എൻജോയ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. ഇതെല്ലാം നമ്മുടെ കാക്കച്ചി കാണുന്നുണ്ടായിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി. അവൾ വളരെ വിശന്നിരിക്കുകയായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ. കാക്കച്ചി എന്ത് ചെയ്തു? നമ്മുടെ റോക്കിയുടെ കയ്യിലിരുന്ന് ബോണ് തട്ടിപ്പറിച്ചു അല്ലേ. സ്നാച്ച്ഡ് തട്ടിപ്പറിച്ച് പറന്നുപോയി. ഹോ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്. റോക്കി നന്നായിട്ട് കുരച്ചു. ബാർക്ക് ചെയ്യുക, കുരയ്ക്കുക. കുരച്ചിട്ട് പറഞ്ഞു, നീ ഭയങ്കര വികൃതിയായ കാക്കയാണ്. നോട്ടി വികൃതി കേട്ടോ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം. അവൻ കുറേ പ്രാവശ്യം ചാടി. സെവറൽ ടൈം ഒരുപാട് സമയം കേട്ടോ ചാടി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്. എന്ത് ചെയ്തു? തലയൊക്കെ ചെളിക്കകത്തിട്ട് മഡിട്ടോ ചെളിക്കകത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ചൊറിഞ്ഞുകൊണ്ടിരുന്നു അല്ലേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇങ്ങനെ കിടന്ന് മണ്ണിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടിരുന്നു. സ്ക്രാച്ചഡ് ചൊറിയുക എന്ന് വരുന്നത് കേട്ടോ. ഹെഡ് തല ചൊറിയുക, അതായത് മണ്ണിലിട്ട് ഉരുണ്ട് ചൊറിയുക എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ലോലി ഹി കാം ഡൗൺ. അവൻ പതുക്കെ ശാന്തനായി.
താഴത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റോക്കി ബാർക്ക്ഡ് ലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. വൈ? എന്തുകൊണ്ടായിരിക്കും റോക്കി ജമ്പ് ചെയ്യുകയും അല്ലേ ഒരുപാട് നേരം കുരയ്ക്കുകയും ചെയ്തത്? നമ്മുടെ കാക്കച്ചി പെണ്ണ് നമ്മുടെ എല്ലും കഷ്ണം തട്ടിക്കൊണ്ട് പോയത് കാരണം. അപ്പോൾ ടീച്ചർ അത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോക്കി എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.